never said that women can't enter masjid. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ പുറത്ത് നിന്ന് നിസ്കരിക്കലാണ്. നിന്റെ കൗമിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കലാണ്. എന്റെ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് ഹബീബായ മുത്തനബി പഠിപ്പിക്കുമ്പോൾ ആരോ ഉണ്ടാക്കിയ നിയമങ്ങളാണിത്. രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ ധൈര്യമായി പറയാമെന്ന് വിചാരിച്ച് ദീൻ പറയരുത്. അതറിയില്ലെങ്കിൽ അത് പണ്ഡിതന്മാരുടെ കടമയാണ്, അത് അവരോട് ചോദിക്കണം എന്നാ പറയുന്നത്. ഉത്തരം ആ ചോദ്യത്തിൽ കഅബ തൊടാൻ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ, പോകുന്നുണ്ട്. വേറെ എവിടെ പോയിട്ട് കഅബ തൊടാൻ? ഇവിടെ ബദിയടുക്കയിൽ വന്നാൽ കഅബ തൊടാൻ കഴിയും. മാലിക് ദീനാർ പള്ളിയിൽ വന്നാൽ കഅബ തൊടാൻ കഴിയും. കഅബ ശരീഫ് തൊടണമെങ്കിലും കഅബ ശരീഫ് തവാഫ് ചെയ്യണമെങ്കിലും അതിന്റെ ചുറ്റുഭാഗം നടന്ന് ഹജ്ജും ഉംറയും എന്ന മഹത്തായ അമലുകൾ ചെയ്യണമെങ്കിൽ കഅബയിൽ പോകണമെന്നറിയാത്തവരാരാണ്? അതെല്ലാം അറിയാവുന്നതായിട്ടും എന്തിനാണ് ആരോ നിർമ്മിക്കപ്പെട്ട നിയമമെന്ന് പറയേണ്ടത്? അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരുമാറാവട്ടെ. ഈ ഇൽമുണ്ടാകുമ്പോഴാണ് ദീനിന്റെ കാര്യങ്ങൾ പറയപ്പെടണമെങ്കിൽ അവന് ഇൽമുണ്ടാവണം. ജാഹിലീങ്ങൾ അത് പറയാൻ പാടില്ല, അത് പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പൂർവകാല പണ്ഡിതന്മാരടക്കം നമ്മുടെ ആലിക്കുട്ടി ഉസ്താദിന്റെ മുൻകാലത്തുള്ള ഒരു പ്രഭാഷണം തന്നെയുണ്ട്. സുപ്രീം കോടതി പറഞ്ഞാലും ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഞങ്ങളുടെ പള്ളികൾ തുറന്നു കൊടുക്കില്ല. സമസ്തയുടെ തീരുമാനമാണ്, മഹാനായ ശംസുൽ ഉലമയുടെ തീരുമാനമാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിനെതിരിൽ ആര് പറഞ്ഞാലും ലോക മുസ്ലിമീങ്ങൾ അത് അംഗീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മനുഷ്യർ നാശത്തിലാണ്. കാലത്ത് തന്നെയാണ്